ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ബ്ലെൻഡർ 2.59 എന്നതിലെ പ്രോപ്പർട്ടീസ് വിൻഡോ ആണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്ത് എഡിറ്റ് ചെയ്തത് വിജി നായർ. ഈ ട്യൂട്ടോറിയൽ കണ്ടതിനു ശേഷം നമ്മൾ പഠിക്കും പ്രോപ്പർട്ടീസ് വിൻഡോ എന്താണ്, പ്രോപ്പർട്ടീസ് വിൻഡോയിൽ റെൻഡർ പാനൽ എന്താണ്, പ്രോപ്പർട്ടീസ് വിൻഡോയുടെ റെൻഡർ പാനലിലെ വിവിധ സെറ്റിംഗ്സ് എന്തൊക്കെയാണ്, ബ്ലെൻഡർ ഇന്റർഫേസ് അടിസ്ഥാന ഘടകങ്ങൾ അറിയുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ ട്യൂട്ടോറിയലുകൾ പരിശോധിക്കുക. ബേസിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബ്ലെൻഡർ ഇന്റർഫേസ്. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ വിവിധ പാനലുകൾ ഉണ്ട്. ഞങ്ങളുടെ സ്ക്രീനിന്റെ വലതുഭാഗത്ത് പ്രോപ്പർട്ടീസ് വിൻഡോവിന്റെ മുകളിലായി ഐക്കൺ എന്ന ഒരു വരി ഉണ്ട്. പ്രോപ്പർട്ടീസ് വിഭാഗത്തിൽ വരുന്ന വിവിധ പാനലുകൾ ഈ ഐക്കണുകളെ പ്രതിനിധാനം ചെയ്യുന്നു. റെൻഡർ, സീൻ, വേൾഡ്, ഒബ്ജക്റ്റ് തുടങ്ങിയവ. ബ്ലെൻഡറിൽ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ഉപകാരപ്രദമാണ് ഈ പാനലുകൾ. മെച്ചപ്പെട്ട വ്യൂ എന്നതിനും മനസ്സിലാക്കാനുമായി നമ്മുടെ പ്രോപ്പർട്ടീസ് വിൻഡോ നമ്മൾ റീസൈസ് ചെയ്യണം. പ്രോപ്പർട്ടീസ് വിൻഡോയുടെ വലതുഭാഗത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇടതുവശത്തേക്ക് വലിക്കുക. പ്രോപ്പർട്ടീസ് വിൻഡോയിലെ വിവിധ ഓപ്ഷനുകൾ കൂടുതൽ വ്യക്തമായി കാണാം. ബ്ലെൻഡർ വിൻഡോയുടെ റീസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് ഹൗ ടു ചേഞ്ച് വിൻഡോ ടൈപ്സ് ഇൻ ബ്ലെൻഡർ എന്ന ട്യൂട്ടോറിയൽ കാണുക. റെൻഡർ പ്രോപ്പർട്ടീസ് വിൻഡോയിലെ ആദ്യത്തെ പാനൽ ആണ്. ബ്ലെൻഡർ തുറക്കുമ്പോൾ ഡിഫോൾട്ട് ആയി ഇത് ബ്ലെൻഡർ ഇന്റർഫേസിൽ പ്രദർശിപ്പിക്കും. പാനലിലെ സെറ്റിംഗ്സ് അനിമേഷൻ എന്നതിലെ ഫൈനൽ ഔട്ട്പുട്ട് സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇമേജ് ആക്റ്റീവ് ക്യാമറ വ്യൂവിൽ ഒരു ഫ്രെയിം ഇമേജ് റെൻഡർ ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. ഇമേജ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കീബോർഡ് കുറുക്കൊഴുക്കായി F12 അമർത്തുക. ആക്റ്റീവ് ക്യാമറ വ്യൂ സിംഗിൾ ഫ്രെയിം ഇമേജ് ആയി റെൻഡർ ചെയ്തു. 3D വ്യൂവിലേക്ക് മടങ്ങുവാൻ നിങ്ങളുടെ കീബോർഡിൽ എസ്കേപ്പ് അമർത്തുക. അനിമേഷൻ ഒരു മുഴുവൻ ഫ്രെയിമുകളോ ഒരു ഇമേജോ സീക്വൻസ് നൽകുന്നതിന് മൂവി ഫയൽ സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കുന്നു. ഡിഫോൾട്ട് ആയി ഫ്രെയിം റേഞ്ച് ടൈംലൈനിൽ 1 to 250 വരെ ആണ്. അനിമേഷൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫ്രെയിം 1 to ഫ്രെയിം 250 റെൻഡർ ചെയ്യുകയാണ്. റെൻഡർ പ്രോഗ്രസ് നിർത്തുന്നതിന് എസ്കേപ്പ് അമർത്തുക. 3D വ്യൂവിലേക്ക് മടങ്ങുവാൻ എസ്കേപ്പ് അമർത്തുക. റെൻഡർ പാനലിൽ ഡിസ്പ്ലേയിലേക്ക് പോകുക. ഡിസ്പ്ലേ സ്ക്രീനിൽ റെൻഡർ പ്രോഗ്രസ് എങ്ങനെ കാണണം എന്ന് തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നു. ഡിഫോൾട്ട് ആയി ഡിസ്പ്ലേ ഇമേജ് എഡിറ്റർ മോഡ് ഞാൻ പ്രകടമാക്കട്ടെ. ആക്റ്റീവ് ക്യാമറ വ്യൂവിൽ റെൻഡർ ചെയ്യുവാൻ F12 അമർത്തുക. റെൻഡർ ഡിസ്പ്ലേ UV ഇമേജ് എഡിറ്റർ ആയി കാണിക്കുന്നു. UV ഇമേജ് എഡിറ്ററിലേക്ക് 3D വ്യൂ ചേഞ്ചസ് നിങ്ങൾ ആക്റ്റീവ് ക്യാമറ വ്യൂ പ്രവർത്തിക്കുമ്പോൾ. UV ഇമേജ് എഡിറ്ററിനെ കുറിച്ച് അറിയുവാൻ ട്യൂട്ടോറിയൽ ടൈപ്സ് ഓഫ് വിൻഡോസ് UV ഇമേജ് എഡിറ്റർ കാണുക. 3D വ്യൂവിലേക്ക് മടങ്ങുവാൻ എസ്കേപ്പ് അമർത്തുക. റെൻഡർ പാനലിൽ ഡിസ്പ്ലേയിലേക്ക് പോകുക. ഇമേജ് എഡിറ്റർ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഡ്രോപ്പ് ഡൗൺ മെനു റെൻഡർ ഡിസ്പ്ലേ ഓപ്ഷനുകളുടെ ഒരു ലിസ്റ്റ് കാണിക്കുന്നു. ഫുൾ സ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആക്റ്റീവ് ക്യാമറ വ്യൂ റെൻഡർ ചെയ്യുന്നതിനായി F12 അമർത്തുക. ഇപ്പോൾ ബ്ലെൻഡർ ഇന്റർഫേസ് മുഴുവൻ
UV ഇമേജ് എഡിറ്റർ ആകുന്നു. ഫുൾ സ്ക്രീൻ റെൻഡർ മോഡിൽ നിന്നും പുറത്തുകടക്കുന്നതിനായി എസ്കേപ്പ് അമർത്തുക. ബ്ലെൻഡർ വർക്ക് സ്പേസിലേക്ക് മാറുക. റെൻഡർ പാനലിലെ ഡിസ്പ്ലേ എന്നതിലേക്ക് പോകുക. ഫുൾ സ്ക്രീൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റിൽ നിന്നും ന്യൂ വിൻഡോ തിരഞ്ഞെടുക്കുക. ആക്റ്റീവ് ക്യാമറ വ്യൂ റെൻഡർ ചെയ്യുവാനായി F12 അമർത്തുക. ഇപ്പോൾ റെൻഡർ ഡിസ്പ്ലേ ബ്ലെൻഡർ വർക്ക്സ്പേസ് എന്ന പുതിയ വിൻഡോ ആയി കാണപ്പെടുന്നു. അനിമേഷന്റെ പ്രിവ്യൂ റെൻഡറിംഗ് നടത്തുമ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ്. പിന്നീടത്തെ ട്യൂട്ടോറിയലുകളിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. റെൻഡർ ഡിസ്പ്ലേ വിൻഡോ അടയ്ക്കുക. റെൻഡർ പാനലിലെ ഡിസ്പ്ലേ എന്നതിലേക്ക് പോകുക. ന്യൂ വിൻഡോ. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് എഡിറ്റർ മോഡ് തിരഞ്ഞെടുക്കുവാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് എഡിറ്റർ മോഡിലാണ് ഡിസ്പ്ലേ. നമുക്ക് കാണാൻ പോകേണ്ട അടുത്ത സെറ്റിംഗ്സ് ഡൈമെൻഷൻസ് ആണ്. ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് വിവിധ റെൻഡർ പ്രീസെറ്റ്സ് കസ്റ്റമൈസ് ചെയ്യാം. റെൻഡർ റീസെറ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പ്രത്യക്ഷപ്പെടുന്നു. എല്ലാ മെയിൻ മെനുവിൽ റെൻഡർ പ്രീസെറ്റ്സ് ഇവയാണ്: DVCPRO, HDTV, NTSC, PAL. ഇപ്പോൾ നമ്മൾ അവ ഉപേക്ഷിച്ച് റെൻഡർ ഡൈമെൻഷൻ സെറ്റിംഗ്സിൽ പോകുക. റെൻഡർ ഡിസ്പ്ലേയുടെ ഹൈറ്റ്, വിഡ്ത്, ആക്റ്റീവ് ക്യാമറ വ്യൂ ആണ്. റെസല്യൂഷൻ ഡിഫോൾട്ട് ആയി ബ്ലെൻഡർ 2.59 എന്നതിൽ റെസല്യൂഷൻ 1920 by 1080 പിക്സൽസ് ആണ്. പെർസെന്റേജ് സ്കെയിൽ റെൻഡർ റെസല്യൂഷൻ 50%. ആക്ച്വൽ റെസല്യൂഷനിൽ 50% മാത്രമേ റെൻഡർ ചെയ്യപ്പെടുകയുള്ളൂ. അത് വിശദമാക്കുവാൻ അനുവദിക്കുക. ആക്റ്റീവ് ക്യാമറ വ്യൂ റെൻഡർ ചെയ്യുന്നതിനായി F12 അമർത്തുക. ഇതാണ് ഡിഫോൾട്ട് റെൻഡർ റെസല്യൂഷൻ. ആക്ച്വൽ റെസല്യൂഷനിലെ പകുതിയോ അതിൽ 50% മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുക. വിൻഡോ അടയ്ക്കുക. 50% ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. റെൻഡർ പാനലിൽ റെസല്യൂഷനു താഴെ വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യുക. 100% എന്നതിലെ മാറ്റങ്ങൾ പെർസെന്റേജ് മാറ്റാനുള്ള മറ്റൊരു വഴി. 100% ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കീബോർഡിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുകയും എന്റർ അമർത്തുക. ആക്റ്റീവ് ക്യാമറ വ്യൂ റെൻഡർ ചെയ്യുന്നതിനായി F12 അമർത്തുക. 1920 by 1080 പിക്സൽസ് ഉപയോഗിച്ച് പൂർണ്ണമായ 100% റെസല്യൂഷൻ റെൻഡർ ഇതാണ്. റെൻഡർ ഡിസ്പ്ലേ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ റെസല്യൂഷൻ 720 by 576 പിക്സൽസ് ആക്കുക. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. 1920. നിങ്ങളുടെ കീബോർഡിൽ 720 ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. വീണ്ടും 1080. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ അമർത്തി ടൈപ്പ് ചെയ്യുക 576. എന്റർ അമർത്തുക. ആക്റ്റീവ് ക്യാമറ വ്യൂ റെൻഡർ ചെയ്യുന്നതിനായി F12 അമർത്തുക. 720 by 576 പിക്സൽ ഉപയോഗിച്ച് 100% റെസല്യൂഷൻ റെൻഡർ ചെയ്യുക. റെൻഡർ ഡിസ്പ്ലേ വിൻഡോ അടയ്ക്കുക. റെൻഡർ പാനലിൽ ഡൈമെൻഷൻസ് എന്നതിന് താഴെയുള്ള ഫ്രെയിം റേഞ്ചിൽ പോകുക. ഫ്രെയിം റേഞ്ച് നിങ്ങളുടെ മൂവിക്ക് റെൻഡർ ചെയ്യാവുന്ന അനിമേഷൻ ലെങ്ത് തീരുമാനിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഫ്രെയിം റേഞ്ച് 1 മുതൽ 250 വരെ ആണ്. സ്റ്റാർട്ട് 1. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ 0 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. നമ്മുടെ അനിമേഷൻ ലെങ്ത് തുടക്കത്തിൽ ഫ്രെയിം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രെയിം ഇതാണ്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻഡ് 250. നിങ്ങളുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക 100.
അമർത്തി Enter അമർത്തുക. നിങ്ങളുടെ അനിമേഷൻ ദൈർഘ്യത്തിന്റെ അവസാനത്തെ ഫ്രെയിമാണ് ഇത്. നമ്മുടെ അനിമേഷനു വേണ്ടി ഒരു പുതിയ ഫ്രെയിം റേഞ്ച് ഉണ്ട്. 3D വ്യൂയ്ക്ക് താഴെയുള്ള ടൈംലൈനിലേക്ക് പോകുക. റെൻഡർ പാനലിലെ ഫ്രെയിം റേഞ്ച് മാറ്റുന്നതിനായി ടൈംലൈൻ ഡിസ്പ്ലേ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ടൈംലൈൻ വിൻഡോ എന്നതിനെക്കുറിച്ച് അറിയുവാൻ ടൈപ്സ് ഓഫ് വിൻഡോസ് ടൈംലൈൻ എന്ന ട്യൂട്ടോറിയൽ കാണുക. റെൻഡർ പാനലിലെ ഡൈമെൻഷൻസ് ചുവടെ ആസ്പെക്ട് റേഷ്യോ എന്നതിലേക്ക് പോകുക. ശ്രദ്ധിക്കുക, റെസല്യൂഷൻ മാറ്റി ആസ്പെക്ട് റേഷ്യോ മാറിയിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് നമ്മുടെ മൂവിയിലെ ഒരു സെക്കൻഡിൽ ആനിമേറ്റ് ചെയ്യുന്നത് ഫ്രെയിമുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നു. ഡിഫോൾട്ടായി അത് 24 FPS അല്ലെങ്കിൽ ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. 24 FPS ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പ്രത്യക്ഷപ്പെടുന്നു. അനിമേഷൻ മൂവി നിർമ്മിക്കുന്ന സമയത്ത് എല്ലാ പ്രധാന ഫ്രെയിം റേറ്റുകളുടെ ഒരു ലിസ്റ്റ് ഇതാ. നിങ്ങളുടെ ആവശ്യത്തിന് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. FPS 24 ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ അമർത്തി ടൈപ്പ് ചെയ്യുക 15 Enter അമർത്തുക. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം റേറ്റ് സെക്കൻഡിൽ 15 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് എന്നാക്കി മാറ്റുന്നു. അടുത്തത് ഔട്ട്പുട്ട് ആണ്. ഈ ഹൊറിസോണ്ടൽ ബാർ TMP ഇടതുഭാഗത്ത് എഴുതി വലതുവശത്തുള്ള ഒരു ഫയൽ ബ്രൗസർ ഐക്കൺ ഉപയോഗിക്കുമോ? ഇവിടെ നമുക്ക് റെൻഡർ ഫയലുകൾക്കായി ഔട്ട്പുട്ട് ഫോൾഡർ നിർദ്ദേശിക്കാം. ഇടതുവശത്ത് ഫയൽ ബ്രൗസർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ ബ്രൗസറിനെ കുറിച്ച് അറിയുവാൻ ടൈപ്സ് ഓഫ് വിൻഡോസ്, ഫയൽ ബ്രൗസർ ആൻഡ് ഇൻഫോ പാനൽ എന്ന ട്യൂട്ടോറിയൽ കാണുക. നിങ്ങളുടെ ഔട്ട്പുട്ട് ഫോൾഡർ തിരഞ്ഞെടുക്കുക. ഞാൻ മൈ ഡോക്യുമെന്റ്സ് തിരഞ്ഞെടുക്കുന്നു. ക്രിയേറ്റ് ന്യൂ ഡയറക്ടറി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ചെയ്യുക ഔട്ട്പുട്ട് ടൈപ്പ് ചെയ്യുക. Enter അമർത്തുക. ഫോൾഡർ തുറക്കുന്നതിന് ഔട്ട്പുട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. Accept ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റെൻഡർ ഫയൽസ് മൈ ഡോക്യുമെന്റ്സ് എന്നതിൽ നിന്ന് ഔട്ട്പുട്ട് ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഫോൾഡർ ബാർ എന്നത് ഇമേജ് ഫോർമാറ്റ് മെനു ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഫോർമാറ്റ് റെൻഡർ ഇമേജുകളും മൂവി ഫയലുകളും തിരഞ്ഞെടുക്കാം. PNG ലെഫ്റ്റ് ക്ലിക്ക് ബ്ലെൻഡറിൽ പിന്തുണയ്ക്കുന്ന എല്ലാ ഫോർമാറ്റുകളുടെയും ഒരു ലിസ്റ്റ് ആണ്. നമുക്ക് ഇമേജ് ഫോർമാറ്റ്സ്, മൂവി ഫോർമാറ്റ്സ് എന്നിവ ഉണ്ട്. നമ്മുടെ ആവശ്യകത അനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ചുവടെ PNG ബ്ലെൻഡറിൽ ഉപയോഗിച്ച 3 നിറമുള്ള മോഡുകളാണ്. BW ഗ്രേസ്കെയിൽ മോഡ് ആണ്. RGB ഡിഫോൾട്ടായി തിരഞ്ഞെടുക്കപ്പെടുന്നു. RGB ഡാറ്റ ഉപയോഗിച്ച് ബാക്കിയുള്ള ഫയലുകളെ സംരക്ഷിക്കുന്നു. RGB ആണ്. RGBA റെഫർ ചെയ്ത ഫയലുകൾ ആൽഫ ചാനൽ എന്ന അഡീഷണൽ ഡാറ്റയായി ഉപയോഗിക്കുന്നു. ഇത് ചില ഇമേജ് ഫോർമാറ്റിനൊപ്പം ആൽഫ ചാനലിന്റെ റെൻഡറിംഗ് പിന്തുണയ്ക്കുന്നു. അത് റെൻഡർ പാനൽ ആയിരുന്നു. അതിനാൽ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ റെൻഡർ പാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന പാനലുകൾ അടുത്ത ട്യൂട്ടോറിയലുകളിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ മുന്നോട്ട് പോകുകയും പുതിയ ബ്ലെൻഡ് ഫയൽ ഉണ്ടാക്കുകയും ചെയ്യുക. റെൻഡർ ഡിസ്പ്ലേ ന്യൂ വിൻഡോയിലേക്ക് മാറ്റുക. റെസല്യൂഷൻ 720 by 576 100%. ഫ്രെയിം റേഞ്ച് 0 to 100 ചെയ്യുക. ഫ്രെയിം റേറ്റ് 15 FPS മാറ്റുക. റെൻഡർ ഫയലുകളിൽ ഒരു ഔട്ട്പുട്ട് ഫോൾഡർ സൃഷ്ടിക്കുക. ഈ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ഓസ്കാർ മുഖേന സൃഷ്ടിക്കുകയും നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്നിവ പിന്തുണയ്ക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്.
സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നന്ദി. ഇത് ഐഐടി ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.